ദൈവത്തിന് മഹത്വം. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 62 ഒന്നാം വാക്യം. സിയോനെക്കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കയില്ല, യെരൂശലേമിനെക്കുറിച്ച് ഞാൻ അടങ്ങി ഇരിക്കുകയുമില്ല. പഴയ നിയമത്തിൻ്റെ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. യെരൂശലേമിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിർവഹിക്കപ്പെടുന്നതുവരെ ദൈവം അടങ്ങിയിരിക്കില്ല എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ദൈവം അവർക്ക് വ്യത്യാസങ്ങൾ നൽകാൻ പോവുകയാണ്. അവരുടെ സ്ഥിതികളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ അവർ തിരസ്കരിക്കപ്പെട്ടവൾ എന്ന് അറിയപ്പെട്ടിരുന്നു. ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ഒരിക്കൽ തിരസ്കരിക്കപ്പെട്ടവളെന്നും ശൂന്യമായ ദേശമെന്നും മുദ്ര കുത്തപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്ഥിതി മാറ്റും. നിങ്ങളെ ഇഷ്ട എന്നറിയപ്പെടുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ ഞാൻ മാറ്റി എടുക്കും. നിങ്ങൾക്ക് അനാഥത്വം ബാധിച്ചിട്ടുണ്ട്. ആരും നിങ്ങളോട് കടപ്പാടുകളും കടമകളും നിറവേറ്റുവാൻ ഇല്ലാത്ത നിലയിൽ അനാഥരായി നിങ്ങൾ മാറുന്നു. എന്നാൽ ഉടമ്പടി വ്യവസ്ഥയിലൂടെ വിവാഹസ്ഥ എന്നറിയപ്പെടുന്ന നിലയിൽ നിനക്കൊരു ആത്മമണവാളൻ, നിനക്കൊരു പ്രിയനായവൻ, നിനക്കൊരു കാര്യ നടത്തിപ്പുകാരൻ ഉണ്ട് എന്ന് വരുമാറ് നിങ്ങളുടെ സ്ഥിതിയെ ഞാൻ മാറ്റും. ഇസ്രായേലിനെക്കുറിച്ച് നൽകുന്ന ഈ വചനങ്ങൾ നമ്മോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേക ജാതിയായി, ജനതയായി, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനോട് കർത്താവ് ഇന്നത്തെ ദിവസം പറയുന്നു, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ മിണ്ടാതിരിക്കില്ല, അടങ്ങി ഇരിക്കുകയുമില്ല. നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരം വരുവോളം, നിങ്ങളെ ഒരു പ്രശംസാ വിഷയം ആക്കുവോളം, നിങ്ങളുടെ നിന്ദയുടെ പേര് മാറി, നിങ്ങളുടെ ശൂന്യതയുടെ സ്ഥിതി മാറി, ഒറ്റപ്പെട്ടതിൻ്റെയും ത്യജിക്കപ്പെട്ടതിൻ്റെയും അവസ്ഥകൾ മാറി, നിങ്ങൾ സന്തോഷിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകൾ, ഉയർച്ചകൾ, അധ്വാന ഫലങ്ങൾ, നിങ്ങളുടെ ആഹാരങ്ങൾ, നിങ്ങളുടെ ധാന്യം, നിങ്ങളുടെ അധ്വാനത്താലുണ്ടായ വീഞ്ഞ്, ഇതൊക്കെയും അന്യജാതിക്കാർ നിങ്ങളിൽ നിന്ന് അപഹരിച്ചു. ഇന്ന് ശൂന്യപ്പെട്ടിരിക്കുന്നു, മുറിവ് ഏൽക്കപ്പെട്ടവളായിരിക്കുന്നു. നിന്റെ വിഷയത്തിൽ ഇടപെടാതെ ദൈവം അടങ്ങിയിരിക്കില്ല. നിങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കാതെ ദൈവം മിണ്ടാതെ ഇരിക്കുകയുമില്ല. ഇന്നത്തെ ദിവസം ദൈവം പറയുന്നു, യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രു ശൂന്യപ്പെടുത്തിയതും
ശത്രു അപഹരിച്ചു കൊണ്ടുപോയതും അധ്വാന ഫലങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, പ്രാർത്ഥനകൾ, വിടുതലുകൾ, നന്മകൾ, ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, ഉയർച്ചകൾ, ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതകൾ, സന്തോഷങ്ങൾ, സ്വസ്ഥതകൾ അപഹരിക്കപ്പെട്ടെടുത്ത്, ശൂന്യമാക്കപ്പെട്ടെടുത്ത്, മുറിവേൽക്കപ്പെട്ടെടുത്ത് സ്ഥിതിയെ മാറ്റുന്ന, പുതിയ പേർ വിളിക്കുന്ന അത്യുന്നതൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിനാൽ സ്തോത്രം. ഈ ദിവസം അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.